മഞ്ജു എത്തിയല്ലോ. ഇതാണോ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞത്? ഇതെങ്ങനെ സംഭവിച്ച മോളെ? കല്ലേറ് കൊണ്ടതാ. കാണുന്നത് പോലെ ഗൗരവമുള്ള പരിക്കൊന്നുമില്ല. നെറ്റിയിലെ തൊലിയൊന്ന് പൊട്ടി, അത്രേ ഉള്ളൂ. അവിടെ പ്രശ്നം ഉണ്ടാവും അറിഞ്ഞിട്ടും നീ എന്തിനാ പോയത്? ലാത്തി ചാർജ് നടന്നെന്ന് കേട്ടപ്പോ എന്റെ നെഞ്ചു പെടുകയായിരുന്നു. നീ ഗർഭിണിയാണെന്ന് പറഞ്ഞ ലാത്തി ചാർജിൽ നിന്ന് മാറി നിൽക്കാനുള്ള അനുവാദം കിട്ടില്ലായിരുന്നോ? കിട്ടിയേനെ. പക്ഷേ എന്തു പക്ഷേ? പ്രതിഷേധം നടത്തുന്നവരില് മഹിമയുണ്ടായിരുന്നു. അവളെ അനിത ലക്ഷ്യം വെക്കുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. അവൾക്കൊന്നും പറ്റരുതെന്ന് കരുതിയാ ഞാൻ പോയത്. എന്നിട്ട് നിന്റെ കാര്യത്തിൽ അവളും അവളുടെ കൂട്ടുകാരി എന്തെങ്കിലും പരിഗണന കാണിച്ചോ? നിന്റെ തല അവരെ എറിഞ്ഞു പൊട്ടിച്ചില്ലേ? അവരല്ല ഇത് ചെയ്തത്. പിന്നെ ആരാ? ബഹളത്തിനിടയില് എനിക്ക് കാണാൻ പറ്റിയില്ല. കല്ലേറ് കൊണ്ടപ്പോ തന്നെ എന്റെ ബോധം പോവുകയും ചെയ്തു. പക്ഷെ മഹിമ അല്ല കല്ലെറിഞ്ഞെന്ന് എനിക്ക് ഉറപ്പാ. നിനക്ക് പരിക്ക് പറ്റിയത് അവൾ എന്തായാലും കണ്ടു കാണില്ലേ? അവള് നിന്നെ കാണാൻ ആശുപത്രിയിലേക്ക് വന്നോ? നിന്നെ ഒന്ന് ഫോണിലെങ്കിലും വിളിച്ചോ? ഇല്ല. അപ്പോ അവളുടെ വാശി അത്രത്തോളം ഉണ്ട്. ഇത്രയും നന്ദി കിട്ട ഒരുത്തിക്ക് വേണ്ടിയാണോ നീ തല്ലുകൊള്ളാൻ കോളേജിലേക്ക് പോയത്? ഇവൾക്ക് നിന്നോട് നല്ല വിരോധം ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഈ കുഞ്ഞിനെ മനഃപൂർവ്വം വീണ്ടും വീണ്ടും അപകടത്തിൽപ്പെടുത്തുവോ? ഒരമ്മയ്ക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അമ്മ അങ്ങനെയൊന്നും പറയരുത്. കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചതാ. വെറുതെ ഓരോന്ന് പറഞ്ഞാ മാത്രം പോരാ, അതൊക്കെ പ്രവൃത്തിയിലും കാണണം. നിനക്ക് കുഞ്ഞിനെ കുറിച്ച് വല്ല ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ ലാത്തി ചാർജിൽ നിന്ന് ഒഴിഞ്ഞു മാറിയേനെ. അമ്മേ, നിന്റെ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ കുഞ്ഞിന് വേണ്ടെന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ അത് തുറന്നു പറഞ്ഞാ മതി. അല്ലാതെ ഒന്നും അറിയാത്തതുപോലെ അതിനെ കൊലയ്ക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് സ്നേഹമുള്ള ഒരു അമ്മയെ പോലെ അഭിനയിക്കരുത്. ഉള്ളത് പറയുമ്പോ ഇങ്ങനെ കരഞ്ഞു കാണിച്ചിട്ട് കാര്യമില്ല. അമ്മേ, നീ മിണ്ടി പോരുത്. അപകടം സംഭവിക്കുമെന്ന് മനസ്സിലാകുന്ന സ്ഥലങ്ങളിലേക്കാ ഇവൾ എപ്പോഴും ഓടി ചെല്ലുന്നത്. എന്നിട്ട് ഇവൾക്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെന്ന് പറയുമ്പോ ഞാൻ വിശ്വസിക്കണോ? ഇവനോട് നിനക്ക് എത്രമാത്രം ശത്രുതയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവനോടുള്ള ദേഷ്യം നീ ആ പാവത്തിനോട് കാണിക്കരുത്. ദൈവം നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. ഗിരീട്ട, ഞാൻ പറയുന്നു ഒന്ന്. ഇക്കാര്യത്തിൽ ഞാൻ അമ്മയുടെ ഭാഗത്താ മഞ്ജു. നീ ക്യാമ്പസിൽ പോകാൻ പാടില്ലായിരുന്നു. നീയും മഹിമയെ എന്നെ വെറുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. കാരണം ഞാനത് അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്റെ കുഞ്ഞിനെ ബാധിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങിയാൽ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. അത് നീ ആണെങ്കിലും ശരി, നിന്റെ അനിയത്തിയാണെങ്കിലും ശരി. നല്ല നീരുണ്ട്. പോലീസുകാരുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയല്ലേ? പോലീസുകാര് മാത്രല്ല, ഗോപാലന്റെ ഗുണ്ടകളും ഉണ്ടായിരുന്നു. ചാർജ് തുടങ്ങാൻ കാരണക്കാർ തന്നെ അവരാ. ഞങ്ങളുടെ ഇടയിൽ കയറി നിന്ന് അവരിൽ ആരോ ആണ് ചേച്ചിയുടെ തലയ്ക്ക് കല്ലെറിഞ്ഞത്. മഞ്ജുവിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ഏയ്, അടി നടന്നത് മെഡിക്കൽ കോളേജിന്റെ മുന്നിലായതുകൊണ്ട് ചികിത്സ നടത്താൻ എളുപ്പമായിരുന്നു. ഡോക്ടർ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് വാർഡിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പോയത്. കുറച്ചേരം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ മഞ്ജുവിന് ബോധം തെളിയുന്നവരെ കാത്തു നിൽക്കായിരുന്നില്ലേ? എന്തിന്? ബോധം തെളിഞ്ഞിരുന്നെങ്കിൽ മിക്കവാറും ഞാനും ചേച്ചിയും തമ്മിൽ വീണ്ടും വഴക്ക് തുടങ്ങിയേനെ. ചേച്ചി മനസ്സമാധാനത്തോടെ വിശ്രമിക്കട്ടെ എന്ന് കരുതി. മഞ്ജു ബോധം കെട്ട് കിടക്കുമ്പോൾ കാണിക്കുന്ന സ്നേഹപ്രകടനമൊന്നും അവൾ അറിയുന്നില്ലല്ലോ. ആ, ഗിരി വരുന്നുണ്ട്. നിനക്ക് നിന്റെ കൂട്ടുകാർക്ക് മനസാക്ഷിയുണ്ടോ? ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ
മഞ്ജുവിന്റെ തല പൊട്ടിക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നി? ഒന്നുമില്ലെങ്കിലും നിങ്ങളൊക്കെ ഭാവിയിൽ ഡോക്ടർമാരാവാൻ പോകുന്നവരല്ലേ? എടാ നീ കാര്യം അറിയാതെ വെറുതെ നീ ഇതിൽ ഇടപെടേണ്ട മുകുന്ദ. മഞ്ജുവിന്റെ അവസ്ഥ കണ്ട് നിയന്ത്രണം വിട്ടു പോകുന്നതിന്റെ വക്കിലാണ് ഞാൻ നിൽക്കുന്നത്. നിയന്ത്രണം വിട്ടുപോയാ ഗിരിയേട്ടൻ എന്ത് ചെയ്യും? ഭീഷണിയൊന്നും വേണ്ട. ഇവിടെ അത് കേട്ട് പേടിക്കുന്ന ആരുമില്ല. ഭാര്യയുടെ നെറ്റി ഒന്ന് പൊട്ടിയപ്പോഴേക്കും ഗിരിയേട്ടന് ഇത്രയ്ക്ക് വിഷമം തോന്നിയല്ലോ. ആശുപത്രിയില് ജസ്റ്റിന്റെ അമ്മ ഒന്ന് കാണുമായിരുന്നു. ഇനി അവരുടെ മകൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന സത്യം അവര് തിരിച്ചറിഞ്ഞപ്പോ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. എടാ ആ ജസ്റ്റിന് ഒരു അനിയത്തിയും കൂടിയുണ്ട്. അവര് വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമൊന്നുമില്ല. അവർക്ക് നല്ലൊരു തുക നഷ്ടപരിയായിട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാ മഹിമയും കൂട്ടരും പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം വളരെ ശാന്തമായിട്ടായിരുന്നു നടന്നിരുന്നത്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥികളായി ചില ഗുണ്ടകൾ കയറിക്കൂടി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയത്. ആരാ ഈ ഗുണ്ടകളെ നിങ്ങളുടെ ഇടയിലേക്ക് കയറ്റിയത്? ഗോപാലൻ അല്ലാതാരാ? ഓ, തുടങ്ങി. ഈ പ്രതിഷേധം ഗോപാലനെതിരെയായിരുന്നു. അത് ചാനലുകളിൽ കാണിച്ച അയാൾക്ക് നാണക്കേടാവുമെന്ന് ഗോപാലന് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ പ്രതിഷേധം പൊളിയണമെന്നുള്ളത് അയാളുടെ ആവശ്യമായിരുന്നു. ഞങ്ങൾക്ക് നേരെ ലാത്തിചാർജ് നടന്ന അത് ഞങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് അയാൾ കണക്ക് കൂട്ടി. പക്ഷെ അവിടെ അവർക്ക് തെറ്റിയത്. ഞങ്ങൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമം നെറ്റിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. ഞങ്ങളുടെ പ്രതിഷേധത്തിന് വലിയ തോതിൽ പിന്തുണയും കിട്ടിയിട്ടുണ്ട്. ഗോപാലന് ഇനി നഷ്ടപരിഹാരം കൊടുക്കാതെ വേറെ വഴിയില്ലാതെയാവും. ഇതിന് നിങ്ങൾ ഇത്ര വളഞ്ഞ വഴിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ അടുത്തൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വിഷയം ഗോപാൽജിയോട് അവതരിപ്പിച്ചേനെ. അദ്ദേഹം ഉറപ്പായിട്ടും ജസ്റ്റിന്റെ കുടുംബത്തിന് വേണ്ട കാശും കൊടുത്തേനെ. ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്കുണ്ടായിരുന്നെങ്കിൽ ജസ്റ്റിൻ മരിച്ചപ്പോ തന്നെ അവന്റെ കുടുംബത്തെ അയാൾക്ക് സഹായിക്കാമായിരുന്നു. ഇപ്പോ മീഡിയക്കാരെതിരെ തിരിഞ്ഞതുകൊണ്ട് അയാൾ നഷ്ടപരിഹാരം കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ജസ്റ്റിന്റെ കുടുംബത്തിന് സുഖമായിട്ട് കഴിയാൻ പറ്റുമല്ലോ, അത്രയും ആശ്വാസം. ഗിരിയേട്ടൻ വെറുതെ ആശ്വസിക്കണ്ട. ഗോപാലനെതിരെയുള്ള എന്റെ പോരാട്ടം ഈ അടുത്ത കാലത്തൊന്നും തീരില്ല. അത് തുടരും. ആ, നീ എന്ത് ചെയ്താലും ഗോപാൽജിയെ സംരക്ഷിക്കാൻ ഞാൻ അപ്പുറത്തുണ്ടാവും. നമുക്ക് കാണാം. ആ, കാണാം.